ഹായ്, ഇന്ന് നമുക്ക് നീർമാതളം പൂത്ത ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നീർമാതളത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ നീർമാതളം പൂക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് മാധവിക്കുട്ടിയമ്മ, ONV കുറുപ്പ്, വൈക്കം മുഹമ്മദ് ബഷീർ അവരൊക്കെ കഥാപാത്രങ്ങളിലും അവരെ എഴുത്തിലും ഒക്കെ ഒരുപാട് പരാമർശിച്ചിട്ടുള്ളൊരു ഔഷധമാണ് നീർമാതളം. പിന്നെ ആയുർവേദ മരുന്നിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇല, വേര്, തൊലി ഇതൊക്കെ ഔഷധ ഗുണമുള്ളതാണ്. ഇത് കാര്യമായിട്ട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഭരണാദി കഷായത്തിൽ ഭരണാദി ഘൃതം, അതേ രീതിയിൽ ധനധനയാദി കഷായം, പിന്നെ തൈലങ്ങളിലാണെങ്കിൽ പ്രവഞ്ചന വിമൃതനം കൊയമ്പ്, അതേ രീതിക്ക് തന്നെ വലിയ ചിഞ്ചാതി തൈലം, മാലത്യാദി തൈലം, മാലത്യാദി വെളിച്ചെണ്ണ എന്നതിലൊക്കെ വരുന്നതാണ്. ഇതിൻ്റെ ഇലയും വേരും തൊലിയൊക്കെ ഔഷധ ഗുണമുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളുള്ളത്. അപ്പോൾ ഇത്രയും നീർമാതളം ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന സമയം, അപ്പോൾ വീട്ടിൽ പൂത്തൊരു സമയമാണ്. അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ നല്ല നല്ല വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ല നല്ല വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.